ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 4:37 എൻ്റെ റമദാൻ മാസത്തിലെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഫസ്റ്റ് നോമ്പെടുക്കുന്നത്. ആദ്യത്തെ നോമ്പെടുക്കാൻ പോവാണ്. എനിക്ക് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അറിയാം. അപ്പോൾ ഞാൻ കുറേ ചോദിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസത്തിലെ ആദ്യത്തെ നോമ്പ് ഞാൻ എടുക്കാൻ പോകട്ടോ. ഈ റമദാൻ മാസത്തിലെ ആദ്യത്തെ നോമ്പ്. അപ്പോൾ ഞാൻ ഇന്നലത്തെ ചോറിനായിരുന്നു കുറച്ച്, അപ്പോൾ അത് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ട്, അതുകൊണ്ട്. അപ്പോൾ മരുന്നൊക്കെ കഴിക്കേണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഒക്കെ റെഡിയാകാൻ പോകാൻ കേട്ടോ. അത് കഴിച്ചിട്ട് ഞാൻ ഉണ്ടാകണം പോയി കിടന്നു കുറച്ച് നേരം. കേക്ക് ഉണ്ടോയെന്നറിയില്ല, ആരും നീച്ചിട്ടൊന്നുമില്ല. പോയിട്ട് വെള്ളം കഴിച്ചിട്ട് വരട്ടെ. വഴിയെ പിന്നെ പതുക്കെ കാണാം. ഒക്കെ നോറ്റിട്ട് ഞാൻ ആദ്യം കുട്ടികൾക്കുള്ള വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇതൊക്കെ ആക്കി വെച്ചു. അങ്ങനെ ഇന്നത്തെ കുട്ടികൾക്കുള്ളതൊക്കെ ആക്കി വെച്ചു കേട്ടോ. പപ്പടം കാച്ചി, ചോറായി, മുതിരയും കറുവത്തും കായും ഉപ്പേരി അതുണ്ടാക്കി വെച്ചിട്ടുണ്ടോ. കറി കുറച്ച് നല്ലത് ബാക്കിയുണ്ട്, അപ്പോൾ അതുണ്ട്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ഇനി അതൊക്കെ റെഡിയാക്കി ഇനി കുട്ടികളെ കുളിപ്പിച്ച് പുറപ്പെടുവിച്ചിട്ട് സ്കൂളിലേക്കുള്ളതാക്കിയിട്ട് ഞാൻ ക്ലിനിക്കിലേക്കും പോകും. ഇനി എങ്ങനെ ഉണ്ടാണാവോ ഫസ്റ്റ് ടൈം നോക്കാം. രാവിലെ എനിക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ. ഭക്ഷണം കഴിക്കാതെ വയറ് കാണിച്ച പോലെ ചെറിയതായിട്ടൊരു ഇത് തോന്നി. പക്ഷെ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ ക്ലിനിക്കിലേക്ക് പോയിട്ടോ. പിന്നെ വേണ്ട പെരുന്നാക്കും കാണിക്കാം കണ്ടെനിക്ക്. ഓ കഥക്കിട്ടു. പിന്നെ ഡോക്ടറുടെ വക ഇതിൻ്റെ വക ഡ്രസ്സൊക്കെ എടുക്കാൻ കേട്ടോ. നല്ല രസമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും സാധാരണ ടോപ്പ് എടുത്തല്ലോ. ഇത് നല്ല രസമുണ്ട്. ടീഷർട്ടും അവർക്ക് ഷർട്ടും എടുത്ത് കൊടുത്തിട്ടോ. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പക്ഷെ അത് എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് രണ്ടാൾക്കും ഇടാൻ പറ്റില്ല. ഇതില് എനിക്ക് ആ വര കണ്ടപ്പോ സുലുവിന്റെ ഷർട്ടുമാരില്ല. പക്ഷെ വേറെ ഒന്നുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് 2 മണിക്ക് കഴിഞ്ഞ് 3 മണിയൊക്കെ ആയപ്പോൾ കുറേ നേരം സിനിമ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നത്. പിന്നെ ഉറക്കം വരാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ തലവിങ്ങൽ തുടങ്ങി. ഉറക്കം വന്ന് തൂങ്ങി ചത്ത് കിടക്കാൻ തോന്നും. അങ്ങനെ പിന്നെ ആലോചിച്ച് പേഷ്യൻസ് കുറച്ച് പേര് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ കുറേ ട്രീറ്റ്മെൻ്റ് ഉള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അമൃതാഞ്ജനം നഹി, അപ്പോൾ യൂക്കാൻ്റെ അടുത്ത് അടിച്ച് പിന്നി അതൊക്കെ സെറ്റാക്കിട്ടോ. എന്ന് വെച്ചാൽ നല്ല തലവേദന. ഇതിൻ്റെ തലക്കനം ഞാൻ പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ നല്ല തലവേദന. അപ്പോൾ യൂക്കാലേക്ക് അടിച്ച് പിന്നി റെഡിയാക്കി ഒന്ന് കറന്നു കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഈ റമദാൻ മാസത്തിലെ ആദ്യത്തെ നോമ്പ് ഞാൻ പൂർത്തീകരിക്കാൻ പോവുകയാണ്. കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ബാങ്ക് കൊടുക്കാൻ പള്ളിയിൽ തോന്നുന്നു. ബാങ്കിൽ കേട്ടാൽ എൻ്റെ നോമ്പ് ഫുള്ള് കംപ്ലീറ്റ് ആയി എന്നാണ് അറിയുക. ഐ ആം സോ ഹാപ്പി. എനിക്ക് എന്തോ നല്ല സന്തോഷം തോന്നുന്നു. എത്രയും ജീവിതത്തിൽ ഞാനിങ്ങനെ ഇവരുടെ നോമ്പ് കേൾക്കാന്നല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭക്ഷണമൊന്നും കഴിക്കാണ്ട് അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്യാമെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ ലൈഫിൽ അത് എന്താ പറയുക, അത് ആ ഒരു നോമ്പ് എടുക്കണത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തലയൊക്കെ കറങ്ങുന്നുണ്ട് കേട്ടോ. ഒന്നും കഴിക്കാണ്ടല്ലേ, ഒന്നും കുടിക്കൊന്നും ചെയ്യാണ്ടല്ലേ ചെയ്യണത്. ഒരു സമ്മതിച്ചേക്കണം കേട്ടോ. നമ്മളതിന്ന് ഇങ്ങനത്തെയൊക്കെയുള്ള വ്രതങ്ങളും നോമ്പും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മളൊക്കെ ഒന്ന് ചെയ്യണം, അറിയണം എത്രത്തോളാന്നുള്ളത്. ക്ഷമ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ക്ഷമിച്ച് നിൽക്കുക, അങ്ങനെയുള്ളൊരിതാണ്. എനിക്കെന്തോ ഒരുപാട് സന്തോഷം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോകണമെന്ന്. എനിക്ക് വിശപ്പൊന്നുമില്ല, പക്ഷേ നല്ല തലവേദനയൊക്കെ ഉണ്ട്.
തലവേദന ഉണ്ട്, ഭയങ്കര വെയിറ്റ്, തലയ്ക്കൊക്കെ ഒരു വെയിറ്റ്. നോർമലി ഇപ്പോൾ കഫക്കെട്ടും ജലദോഷം ചുമയൊക്കെ ഉള്ളതുകൊണ്ടുള്ളൊരു വെയിറ്റ് ഉണ്ട്, അല്ലാണ്ട് ഈ ഭക്ഷണമൊന്നും കഴിക്കാണ്ടുള്ളൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ തലയ്ക്കിട്ട, എനിക്കല്ല തലയ്ക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ പാടത്തു കൂടെ പോകുമ്പോഴാണ് സാധാരണ ബാങ്ക് കേൾക്കാറ്, ബാങ്ക് അതായത് നോമ്പറക്കണതിൻ്റെ ടൈമിൽ ബാങ്ക് വിളിക്കുന്നത് കേൾക്കാറ്. ഞാൻ ഇപ്പം ഇറങ്ങാൻ നേരമായി ക്ലിനിക്കിൽ നിന്ന്, എല്ലാവരും പോയി, സുലു നഴ്സിനെയും ഡോക്ടറും ഒക്കെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇറങ്ങാൻ നേരമായി. അപ്പം ഇനി ക്ലിനിക്ക് പൂട്ടിയിട്ട് ഇറങ്ങട്ടെ. ഇനി പാടത്തു കൂടെ പോകുമ്പോൾ നോമ്പറക്കണം. അതിനുള്ള ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഇനി പാടത്തു കൂടെ പോകാം നമുക്ക് കേട്ടോ. ഇന്ന് ആദ്യത്തെ നോമ്പ് ഞാൻ നോറ്റെന്ന് പറഞ്ഞില്ല, ഫസ്റ്റ് ടൈം ആണെന്ന്. 27-ാം രാവാണെന്ന്, നല്ല വിശേഷപ്പെട്ട ദിവസം അത്ര അടുക്ക്. അപ്പോൾ ഞാനങ്ങനെ 6:38 ആയപ്പോൾ ബാങ്ക് കൊടുത്തു. അപ്പോൾ ഞാൻ എന്നിട്ട് വേഗം വെള്ളം കുടിച്ചു. എന്നിട്ട് പിന്നെ 2 ഈത്തപ്പഴം കഴിച്ചു. പിന്നെ എണ്ണക്കടികളൊക്കെ ഞാൻ ക്ലിനിക്കിൽ നിന്ന് പോകുമ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ടാകും, ക്ലിനിക്കിൽ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ അടുത്തിട്ട് പോന്നു. എന്നിട്ട് അതും കഴിച്ചു. പിന്നെ 2 പൊക്കവടയും കൂടി കഴിച്ചിട്ട് സമൂസയും പഴംപൊരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചില്ല. പൊക്കവട കഴിച്ചിട്ട് വെള്ളവും കുടിച്ചു, സെറ്റായി. അങ്ങനെ എൻ്റെ നോമ്പുതറ കഴിഞ്ഞു. ഇത്ര ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അമ്മേ, എൻ്റെ നോമ്പ് റമദാൻ മാസത്തിലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത്. അപ്പോൾ അത് ഞാൻ നേടിയെടുത്തു, നോമ്പ് നോറ്റു. ഞാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചെന്നിട്ട് വേണം അതൊക്കെ ബാക്കിയൊക്കെ വെട്ടി വിഴുങ്ങാൻ. ബാങ്ക് കൊടുക്കുമ്പോഴാണ്, അത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഉത്തമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഓക്കെ ഗായ്സ്, നല്ലൊരു കാര്യമാണ് ചെയ്യണത്. എല്ലാവിധ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ബായ്. ഇത് പോയിട്ട് വേണം അതൊക്കെ കഴിക്കാൻ. ഓക്കെ ബായ്.